എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്ന വിഷയത്തിന്റെ മറ്റൊരു അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. കേവലം ഒരു വ്യക്തി മാത്രമല്ല, വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കൊക്കെ വ്യക്തിത്വം അവകാശപ്പെടാനായിട്ട് കഴിയും. എന്നാൽ നമ്മെപ്പോലൊരു വ്യക്തിയല്ല പരിശുദ്ധാത്മാവ്. അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഈ സത്യവും ബൈബിള് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ചിലരൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിൽ നിന്ന് ബഹിർഗമിക്കപ്പെട്ട ഒരു ശക്തിയാണ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിച്ചു നോക്കിയാൽ യഹോവയായ ദൈവത്തെ ദൈവം എന്ന നിലയിൽ തന്നെ ബൈബിൾ വിശദീകരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പുത്രനെയും ക്രിസ്തുവിനെയും ദൈവം എന്ന വിശുദ്ധ ബൈബിളിലൂടെ വ്യക്തമായിട്ട് ദൈവമാണ് എന്നുള്ള വെളിയിട്ടുള്ള ഏറ്റവും ഗ്രഹീതമായ ഒരു സത്യമാണ്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും വിത്തങ്ങളാടിപ്പിക്കൊക്കെ നിലവിലുണ്ട്. എന്നാൽ വേദത്തിലൂടെ പൗലോസ് എഴുതിയ ലേഖനം അതിന്റെ 2 അധ്യായം 11 വാക്യത്തിൽ ഇതിനെ മഹാദൈവം എന്ന് വിളിച്ചിട്ടുണ്ട്. അവൻ മഹാദൈവമാണ് എന്ന് തന്നെ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ലേഖനം 5:20 വാക്യത്തിൽ സത്യമാണെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 9 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ സർവത്തിനും മീതെ ദൈവമാണ് പറയുന്നത്. ഒരുപാട് പുസ്തകത്തിൽ സർവശക്തിയുള്ള ദൈവം എന്ന് പുത്രനെ കുറിച്ച് പറയുന്നതും നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പഴയ നിയമത്തിലുമുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് താൻ ദൈവമാണെന്ന് പറയുന്ന വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 9 അധ്യായത്തിന്റെ 6 വാക്യം യെശയ്യാവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചനമാണ്. ജനിക്കുവാൻ പോകുന്ന ശിശുവിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്. വളരെ പരിചിതമായ വാക്ക്. നമുക്ക് ജനിക്കും, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമറി വീരനാം ദൈവം നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. അവിടെ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചന ഭാഷയിൽ പറയുമ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു പേര് വീരനാം ദൈവം എന്നാണ്, മൈറ്റി ഗോഡ്. ഇത് യേശുക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന പേരാണ്. അതിലും ഈ ക്രിസ്തുവിന്റെ ദൈവം ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ചില വേദവാക്യങ്ങളാണ് ഞാൻ വേഗത്തിൽ സൂചിപ്പിച്ചത്. പിതാവായ ദൈവം പുത്രയുമേച്ചതും വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. എബ്രായ ലേഖനം 1 അധ്യായത്തിന്റെ 8 വാക്യം. ഇങ്ങനെ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും വളരെ വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പിന്നീട് യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളും തന്റെ പഠിപ്പിക്കലുകളും താൻ മരണത്തെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതെല്ലാം തന്റെ ദൈവത്വത്തിന്റെ തെളിവുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മരണത്തെ ഉയർത്തെഴുന്നേറ്റതിലൂടെ താൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവീക തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ ഉൾപ്പെടുന്ന ഏക ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം, ത്രിയേക ദൈവം. പിതാവ് എങ്ങനെ ദൈവമായിരിക്കുന്നു, പുത്രൻ ഏത് നിലയിൽ ദൈവമായിരിക്കുന്നു, അതിലൊട്ടും കുറയാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇത് ഇപ്പോൾ ചിലർക്കൊക്കെ തോന്നാം പിതാവ് ദൈവം, ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, ഇങ്ങനെ 3 ദൈവങ്ങളുണ്ടോ എന്ന് തോന്നാം. ആ നിലയിൽ 3 ദൈവങ്ങളെ അല്ല വേഗം പഠിപ്പിക്കുന്നത്. ഈ 3 വ്യക്തിത്വങ്ങളും ദൈവത്വം ഉള്ളവരാണ്. അതേ സമയത്ത് ഈ 3 കൂടെ കൂടുന്ന ഏക ദൈവത്തെയാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഏക ദൈവം എന്നുള്ള ആശയം തന്നെ ഈ നിലയിൽ വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ നിലയിൽ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം ഏക ദൈവമാണ്. എന്നാൽ പിതാവ്, പുത്രൻ, ശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 വ്യത്യസ്ത വ്യക്തിത്വമാണ് ഈ ഏക ദൈവത്വത്തിലുള്ളത്. അതുകൊണ്ടാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവത്തെ ത്രിയേക ദൈവം എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യനിലും 3 ഘടകങ്ങളുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്നിങ്ങനെയുള്ള 3 വ്യത്യസ്ത ഘടകങ്ങളോട് കൂടിയവനാണ് മനുഷ്യൻ, ഞാനും നിങ്ങളും. അതുപോലെ തന്നെ നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ ഏകം എന്നതിൽ ബഹുത്വമുള്ള പലതിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു രാത്രിയും ഒരു പകലും കൂടെ ചേരുമ്പോഴാണ് ഒരു ദിവസമായി തീരുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിനകത്തുമുണ്ട് ഒരു ബഹുത്വം. ഒരു രാവുണ്ട്, ഒരു പകലുണ്ട്. പിന്നീട് കുടുംബജീവിതത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോഴും നമുക്കറിയാമല്ലോ, ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വരുന്നിടത്ത് 2 വ്യക്തികളാണ്. പക്ഷേ അവരെക്കുറിച്ച് പറയുന്നിടത്ത് അവരിരുവരും ഏകദേഹമായി തീരുമെന്നാണ് പറയുന്നത്. അവിടെയും ഏകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. 2 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ അതിനുള്ളിലുണ്ട്. അപ്പോൾ ബൈബിളിലും പുറത്തും നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഈ ഏകത്വം നിർവചിച്ചിട്ടുണ്ട്. അത് ദൈവത്വത്തിലും നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിന് പല പരിഭാഷകളുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ പല വെർഷൻസ് ഉണ്ട്. അതിൽ കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പുരാതനമായ ഒരു ഇംഗ്ലീഷ് വെർഷൻ ഉണ്ട്. ആ കിങ് ജെയിംസ് വേർഷനിൽ യോഹന്നാന്റെ 1 ലേഖനം
5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 are one. വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. The Father, the Word and the Holy Ghost, and these 3 are one. ഇവിടെ ഫാദർ പിതാവാം ദൈവത്തെയാണ്. ദ വേർഡ്, യോഹന്നാൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദ വേർഡ് എന്നുള്ളത് യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ള ഒരു പേരാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ അത് പുത്രനെ, അതിന്റെ 14-ാം വാക്യം യോഹന്നാൻ 1:14 പറയുന്നുണ്ട്, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തുവിലേക്കാണ് അത് വിരൽ. ഇന്ന് നാം പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിലേക്ക് പ്രഭുവാനായിട്ട് പോകുകയാണ്. കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകൾ എന്താ? ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. ദൈവത്തിന് ദൈവം എന്ന നിലയിൽ അവകാശപ്പെടാൻ കഴിയുന്ന ആ സവിശേഷതകൾ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയുന്നതല്ല. ദൈവീക ഗുണവിശേഷങ്ങൾ എന്ന് പറയാം, ദൈവീക സവിശേഷതകൾ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമുള്ള ആ സവിശേഷതകൾ അത് മറ്റാരിലേക്കും പകരുവാൻ കഴിയുന്നതല്ല, നമ്മിലേക്ക് പകരപ്പെടുന്ന സ്വഭാവ സവിശേഷതകളല്ല, ദൈവത്തിന് മാത്രമുള്ള സവിശേഷതകൾ. ഇന്നും ഞാൻ പറയട്ടെ, ഈ ചിന്തിക്കാൻ പോകുന്ന സവിശേഷതകൾ ആർക്കെങ്കിലും ഉണ്ടെന്ന് അവകാശപ്പെടുകയാണെങ്കിൽ അവരും ദൈവമാണെന്ന് സമ്മതിക്കേണ്ടി വരും. എന്നാൽ ഈ പറയപ്പെടുന്ന സവിശേഷതകൾ ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആർക്കും അവകാശപ്പെടാൻ കഴിയുന്ന സവിശേഷതകളല്ല, അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. അതിലൊന്നാമത്തതാണ് നിത്യത എന്ന് പറയുന്നത്. എന്താ നിത്യത എന്ന് പറഞ്ഞാൽ? ചുരുക്കി ഇങ്ങനെ പറയട്ടെ, പിതാവിനെ പുത്രനെ കുറിച്ചൊക്കെ നിത്യതയുള്ളതായിട്ട് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവായതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക്, അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. പരിമിതപ്പെടുത്തി ഇങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ നിത്യത എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആദിയും അന്തവും ഇല്ലാത്തത് എന്നുള്ള നിലയിലാണ്. തിരുവെഴുത്തിൽ പല നിലകളിൽ പറയുന്നുണ്ട്. തിരുവെഴുത്തിൽ പറയുന്നത് ഇങ്ങനെയാ, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അവസാനവുമാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ആരംഭവും അവസാനവും ഇല്ലാത്തത് എന്ന തുടങ്ങിയത് എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഭൂതകാലത്തോടുള്ള ബന്ധത്തിൽ സകലത്തിൻ്റെയും ആരംഭമായിട്ട് പറയുവാൻ കഴിയുമെങ്കിൽ അന്നും അതിൻ്റെ പിന്നിൽ അതിൻ്റെയും സൃഷ്ടാവായി ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ആരംഭത്തിൽ അവൻ ഉണ്ടായിരുന്നു. പുറകോട്ട് നോക്കി ആരെങ്കിലും ഇത്ര വർഷം മുമ്പ് ഇതൊക്കെ തുടങ്ങിയത്, ലോകം ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ അന്നും ദൈവം ഉണ്ടായിരുന്നു എന്നാണ് ആ ആശയത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഭാവി കാലത്തോടുള്ള ബന്ധത്തിലും നിത്യനാണ് ദൈവം. ദൈവം എന്നേക്കുമുള്ളവനാണ്. ഇന്നലെ, ഇന്ന്, നാളെ എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഭൂത വർത്തമാന ഭാവി വൈവിധ്യങ്ങളൊന്നുമില്ല. അവൻ എന്നും വർത്തമാനകാല അവസ്ഥയിലാണ്. അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന്. ഈ നിത്യത അവകാശപ്പെടാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. നമുക്കറിയാം, നമുക്ക് ആ നിത്യതയില്ല. ഞാനും നിങ്ങളും തുടക്കമുള്ളവരാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചതോടെ തുടങ്ങിയത്, അല്ലെങ്കിൽ എന്ന് നാം നമ്മുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ ഉരുവായോ അന്ന് നമുക്കൊരു ആരംഭം കുറിക്കട്ടെ. അവിടെ നാം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഒരു പക്ഷേ വചനത്തിലൂടെ നമുക്കും ഒരു ഭാവിയുണ്ട്. വേദപുസ്തകം പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നതല്ല, നിത്യമാ, ഇറ്റേണല, എന്നേക്കുമുള്ളതാണ്. അപ്പം മുൻപോട്ട് നോക്കി നമുക്കൊക്കെ ഒരു നിത്യതയുണ്ട്. അത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കും ഉണ്ട് കേട്ടോ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും എന്നേക്കും നരകത്തിൽ വസിക്കാൻ പോകുകയാണ്. അതിന് നിത്യജീവനെന്നല്ല പറയുന്നത് എന്ന് മാത്രം, നിത്യമായ മരണം എന്നാ പറയുന്നത്. നമുക്ക് നോക്കാം, ശുദ്ധാത്മാവിനെ കുറിച്ച് ശുദ്ധാത്മ നിത്യനാണ് എന്ന് പറയുവാൻ കഴിയുമോ? എബ്രായലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് ശ്രദ്ധിച്ചു കാണുമല്ലോ. നിത്യത എന്ന സവിശേഷത പരിശുദ്ധാത്മാവിനുള്ളതായി മറ്റൊരു പ്രധാനപ്പെട്ട സവിതയാണ് ഒംനിജിയൻസ് അഥവാ സർവജ്ഞാനി എന്നുള്ള ആ പ്രത്യേകത, സകലവും അറിയുന്നവൻ എന്നുള്ള ആ പ്രത്യേകത. ഇതും വെളിപ്പെടുത്തുന്ന ചുരുക്കം ചില വേദഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളിലൂടെയും മറ്റും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്,
എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അവൻ നിങ്ങൾ എന്തുപദേശിച്ചും അകലുപദേശിച്ചും എന്ന് പറയുന്നത്. പിന്നീട് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവിടെ പരിശുദ്ധാത്മാവിന്റെ ഈ സവിശേഷതയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. പരിശുദ്ധാത്മാവ് ആരാഞ്ഞു ദൈവത്തിന്റെ ആഴങ്ങളെയും ആരാഞ്ഞ് അറിയുന്നു. അപ്പൊ ആ നിലയിൽ അകലും അറിയുന്നതാണ് എന്ന് ഇവിടത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ദൈവിക സവിശേഷതകളിൽ അടുത്തതാ, അതും പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് ഈ വേദവാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റൊരു പ്രത്യേകത, ദൈവത്തിന് മാത്രമുള്ള സവിശേഷത സർവശക്തൻ എന്നുള്ളതാണ്. ദൈവം സർവശക്തനാണ്. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ അതിനെ കാണും. അത് തെളിയുന്ന ഒരു ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. ശേഷം അതിന്റെ 30-ാമത്തെ അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിലവിലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവം വിളിക്കപ്പെടും. ഇത് ദൈവത്തെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് പറയുന്ന വാക്കുകൾ. മറിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ മറിയയ്ക്കത് ആദ്യം സംശയമായിട്ട് തോന്നി. പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഒരു ജന്മം നൽകും? അവൾ ആ സമയം തിരിച്ചോട് ചോദിച്ചപ്പോൾ ദൂതൻ കൊടുത്ത മറുപടിയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേലും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. വിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടുന്ന ശക്തിയെ അത്യുന്നതന്റെ ശക്തി എന്ന് ശേഷിപ്പിച്ചിരിക്കുന്നു. അത്യുന്നതൻ തരുന്ന ശക്തി ദൈവിക ശക്തിയായി അതിനെ ശേഷിപ്പിച്ചിരിക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവ് സർവശനാണ് എന്ന ആശയം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വിശേഷം സർവ്വവ്യാപി എന്നുള്ളതാണ്. എല്ലായിടത്തും ഒരേ സമയത്ത് അറിയുവാൻ കഴിയുന്ന അവസ്ഥ. ഈ പരിശുദ്ധ ബന്ധത്തിൽ 139-ാം സങ്കീർത്തനത്തിന്റെ 7-10 വരെയുള്ള ഭാഗങ്ങൾ കാണുവാനായിട്ട് കഴിയും. 131-ാം സങ്കീർത്തനം 7-10 വരെയുള്ള വാക്കുകൾ. അവിടെ ഇതിന്റെ എഴുത്തമ്മ ദാവീദ് പറയുന്ന വാക്കുകളാണ്. നിന്റെ ആലിനെ ഒളിച്ച് എവിടേക്ക് പോകും? യൂസന്റെ വിട്ട് ഞാൻ ഇവിടേക്ക് ഓടും. ഞാൻ സ്വർഗ്ഗത്തിൽ നീ അവിടെയുണ്ട്, പാതാളത്തിലെ വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ സമുദ്രത്തിന്റെ അറ്റത്ത് പാർത്താൽ അവിടെയും നിന്റെ കൈ നടത്തും. നിന്റെ വകൈ എന്നെ പിടിക്കും. ഇവിടെ ദാവീദ് പറയുന്ന വാക്കുകളാണ്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ ഓടും? ഞാൻ എവിടെ ചെന്നാലും നീ ഉണ്ട്. ഞാൻ എവിടെ വരും? നിന്റെ ആത്മാവ് അവിടെ ഉണ്ട്. ആത്മാവിനെ വിട്ട് പോയി ഓടി ഒളിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എവിടെ ചെന്ന ആത്മാവുണ്ട്, സർവ്വവ്യാപിയാണ്. 4 സവിശേഷതകൾ ആത്മാവിനുണ്ട്. ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന് മാത്രം സവിശേഷതകളാണ് ഈ പറയപ്പെടുന്ന 4 കാര്യങ്ങൾ. 1 നിരത, 2 സർവജ്ഞാനി എന്നുള്ള സർവശക്തൻ എന്നുള്ള പ്രത്യേകത, സർവവ്യാപി എന്നുള്ള ആ നിശ്ചയമായ അവസ്ഥ. ഇത് 4ഉം ഇന്നർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരും ദൈവമാണ് സമ്മതിക്കേണ്ടി. ഈ 4ഉം അവകാശപ്പെടാൻ കഴിയുന്ന നമുക്ക് ചരിത്രത്തിൽ വേറെ കാണുവാനായിട്ട് കഴിയുന്ന ദൈവത്തിന് സവിശേഷതയിരിക്കുന്നു. ആകയാൽ ഈ 4 വിശേഷതകളും പരിശുദ്ധാത്മാവിനും ഉണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാണ് എന്ന് ഈ വിശുദ്ധ ബൈബിളിലൂടെ മനസ്സിലാക്കാനായിട്ട് മറ്റൊരു പരിശുദ്ധാത്മാവിന്റെ ദൈവത്തെ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ചില പ്രവൃത്തികൾ, ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ, ദൈവത്തിന് സാധിക്കുന്ന ചില പ്രവൃത്തികൾ, അതും പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. അതിലൂടെയും നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. വേദപുസ്തകം പഠിച്ചാൽ ഉള്ള ബന്ധത്തിൽ ദൈവാനുഷ്ഠാവ് എന്ന് പറയുന്നു. ഉൽപ്പത്തി പഠിച്ചു നോക്കിയാൽ ഇങ്ങനെ മനസ്സിലാക്കാം, ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത്, മനുഷ്യരായ നമ്മയും സൃഷ്ടിച്ചത് യഹോവയായ. എന്നാൽ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് യോഹന്നാൻ അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അകലവും അഭാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറഞ്ഞ സകലത്തിന്റെയും സൃഷ്ടാവ് യേശുക്രിസ്തുവാണ്, പുത്രനാണ് എന്ന് വിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ പിതാവ് സൃഷ്ടാവ്, പുത്രനാണ് സൃഷ്ടാവ്, പുത്രനാണ് സകല സൃഷ്ടിച്ചത്. കൊലോസ്യ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ യേശു സകല സൃഷ്ടികളുടെയും ആദ്യജാതൻ പറയുന്നത് വഴി സകല സൃഷ്ടിയും പിന്നിൽ സൃഷ്ടാവായി യേശുക്രിസ്തുവായിരുന്നു എന്നുള്ളത് പിന്നെയും പ്രവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമാണ്, മനുഷ്യരായി നമ്മെ സൃഷ്ടിച്ചത് ദൈവമാണ്. ഞാനൊരു വാക്യം പഴയ നിയമത്തിൽ യോബ് 33-ാമത്തിന്റെ 4-ാമത്തെ വാക്യം, അവിടെ യോബ് പറയുന്ന ചിലക്കുകൾ കാണാനായിട്ട് യോബ് 33:4 യോബ് തന്നെ കുറിച്ച് പറയുമ്പോൾ പറയുക, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവ്വന്റെ ശ്വാസം എനിക്ക് തരുന്നു. അവിടെ യോബ് പറഞ്ഞ വാക്കുകൾ എന്നെ സൃഷ്ടിച്ചത് ആരാണ്? പുസ്തകിച്ചാൽ പിതാവായ ദൈവമാണ്.